പല ആളുകളും ബാത്റൂം പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ടൈൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. പല ആളുകളും വാട്ടർ പ്രൂഫ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, നമ്മളിതുപോലെ സ്പേസർ ഇട്ടിട്ട് ആണ് ചെയ്യുന്നത് നമ്മളപ്പോൾ അതുകൊണ്ട് അപ്പോക്സിയൊക്കെ ഇടുമ്പോൾ എന്ത് ചെയ്യില്ല, ഇനി വാട്ടർ പ്രൂഫിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന പല ആളുകളുണ്ടല്ല. നമ്മളെ വീട് വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും എന്ത് ചെയ്യും, അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതായത് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്, അല്ല അപ്പോക്സി ഇടുന്നുണ്ട്, അപ്പോൾ അപ്പോക്സി ഇടുന്നതുകൊണ്ട് നമുക്ക് എന്തില്ല, ഇനി വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം അത് പക്കായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് വാട്ടർ പ്രൂഫിങ് ഒഴിവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾ ഈ ഒരു ബാത്റൂം ഉണ്ട്, നിങ്ങൾ ഈ ഒരു ബാത്റൂമിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തും എന്തുണ്ട്, അപ്പോക്സിയൊക്കെ ഇട്ടിട്ടുണ്ടല്ല, സ്പേസർ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോക്സി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, ഈ ഒരു ഗ്രൂ ഒക്കെ കണ്ടില്ല, എല്ലായിടത്തും ഇതുപോലത്തെ ഗ്രൂ ഒക്കെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്, അതുപോലെ എല്ലാ ഭാഗം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബാത്റൂമിനുള്ളൊരു വലിയൊരു ഫാൾട്ട് വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങളതിനെ ശ്രദ്ധിച്ചോ? കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്പേസർ കൊടുക്കും, ഇവിടെ അതുപോലെ തന്നെ താഴെ ഇതായത് ഗ്രൗണ്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോർണറുണ്ട്, നിങ്ങൾ ഈ ഒരു കോർണറിൽ ഈ ഒരു ഗ്യാപ്പിൽ ഇവരെന്ത് ചെയ്തിട്ടില്ല, അപ്പോക്സി ഇടാനുള്ള സ്പേസർ ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഭാഗം ഇനി എന്ത് വെച്ച് കവർ ചെയ്താലും എന്താവില്ല, അത് ജസ്റ്റ് അത് മറ്റേ ടൈൽ പൗഡർ ഇട്ടിട്ട് കവർ ചെയ്യുക ചെയ്യുക. അത് എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് പോകും. അത് വാട്ടർ പ്രൂഫ് ചെയ്യാത്ത ബാത്റൂംസ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്യും, ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, പുറത്തുള്ള ചുമലിലൊക്കെ ലീക്ക് വരും, അതുപോലെ റൂമിലൊക്കെ ഇതിന് ലീക്ക് വരും. ഇതുപോലെ ഈ ഒരു ഗ്രൂ ഇട്ടതുപോലെ തന്നെ ഈ സൈഡിലും കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്പേസർ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു കോർണറിലൊന്നും ചില ആളുകൾ ചെയ്യാറില്ല. എന്തോ ടൈലിൻ്റെ വർക്കേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ എന്തായാലും അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് വന്നാലും ചെയ്യാൻ പറ്റില്ല, ഇത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. നോക്കിക്കോ, കണ്ടില്ലേ, ഇവിടത്തിലൊക്കെ ഗ്യാപ്പുണ്ട്, ഈ ലൈനിൻ്റെയൊക്കെ ഗ്യാപ്പുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പില്ലാത്തതുകൊണ്ട് തന്നെ എന്തില്ല, ആ ഒരു ഭാഗം നമുക്ക് എന്ത് വെച്ച് ക്ലോസ് ചെയ്താലും എന്തായാലും അവിടെ അപ്പോക്സിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അപ്പോക്സ് ചെയ്താൽ തന്നെ നിൽക്കാനുള്ളൊരു ഗ്യാപ്പില്ല. അതെന്തായാലും പിന്നെ അത് അവിടെ നിന്ന് ഗ്യാപ്പ് ഇളകി പോന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ലീക്ക് വരും. അപ്പോൾ ഇത് ടൈലിൻ്റെ വീട് വർക്കൊക്കെ നടക്കുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഫാൾട്ട് ബാത്റൂംസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമുക്കിത് റെഡിയാക്കാൻ പറ്റില്ല. ഇതേപോലെ ഈ ടൈൽ പൊളിച്ച് അയച്ച് ചെയ്യാമെന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇതിനില്ല. ഓക്കെ, കണ്ടോ, ഈ ഒരു ഏരിയ ഫുള്ള് ഈ ഒരു ഭാഗത്തൊന്നും എന്തില്ല, അവർ സ്പേസർ ഇട്ടിട്ടില്ല. ഈ സ്പേസർ ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ നല്ല അടിപൊളിയായിട്ട് അപ്പോക്സ് ഇട്ട് കഴിഞ്ഞാൽ, ഈ സ്പേസർ ഗ്യാപ്പിൽ അപ്പോക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാത്രം ഒരു പരിധി വരെയൊക്കെ ലീക്ക് എന്ത് ചെയ്യും, നിൽക്കും. ഓക്കെ, ഇനി വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കോർണർ കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, ലീക്ക് വരാൻ സാധ്യത 90% കുറവാണ്. അപ്പോക്സ് ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് രീതിയിൽ അപ്പോക്സ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോക്സ് ഇട്ടുകൊണ്ട് അപ്പോക്സിൻ്റെ പൈസ പോവുകയുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അതാണ് അവസ്ഥ, ഉണ്ടല്ലേ. ഈ ഒരു ഭാഗം കൂടി ഇവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പക്കയായിട്ട് സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വീട് പണി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ കോർണർ വരുന്ന ഭാഗങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോക്സ് ഇടാൻ വേണ്ടിയിട്ട് ടൈലിലെ വർക്കേഴ്സിനോട് ഒന്ന് പറയാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പലരും അങ്ങനെ ചെയ്യലുണ്ട്, പക്ഷേ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് എന്നല്ല പറയുന്നത്. പല ആളുകളും പ്രോപ്പറായിട്ട് രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി കൊടുത്താൽ ഒന്നുകൂടി നന്നാവും. മനസ്സിലായില്ല? അപ്പോൾ ഇത് എല്ലാവരും ടൈലുകാരെ കുറ്റപ്പെടുത്തല്ല, കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പറയാണ്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതൊരു പ്രോപ്പറായ രീതിയിൽ നമുക്കതൊരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. വെള്ളം പുറത്തേക്ക് ലീക്കാവും ബാത്റൂമിനുള്ളിൽ ടൈലിടുന്ന സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ അത് ടൈലുകാരെ കുറ്റപ്പെടുത്തി പറയില്ല. അപ്പം പല ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ ഒരു ടോയ്ലറ്റിലുണ്ടോ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യണം നമ്മൾ ചെയ്യുന്ന സമയത്ത്. കണ്ട് ഈ ഒരു ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, ഈ സ്പേസർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യണം. എല്ലാ ബാത്റൂംസിനുള്ളിൽ ഇതുപോലെ തന്നെ ഈ ജാളി വരുന്ന ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, നമ്മുടെ ഈ ഒരു ജാളി ഉണ്ടല്ലോ, വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഈ ഒരു ജാളി, നമ്മുടെ ടോയ്ലറ്റിനുള്ളിലുള്ള ഈ ഒരു ജാളി വെക്കുന്ന സമയത്ത് പല ആളുകളും ഈ പൈപ്പ് എന്ത് ചെയ്യും, ഗ്രൗണ്ട് ലെവലിൽ കട്ട് ചെയ്യും. അതായത് കോൺക്രീറ്റിൻ്റെ ലെവലിൽ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് സിമെൻറ്റ് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സിമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇത് കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഗ്യാപ്പിലുള്ള സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇളകിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈലിൻ്റെ ബേസ് കണക്കാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ സംഭവം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ 4-5 പൈപ്പിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതിൻ്റെ ഹൈറ്റൊക്കെ കട്ടായി കറക്റ്റായിട്ട് സിമെൻറ്റ് വിരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം,
ലെവലാക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി ടൈലുകാരോട് പറയണം. നമ്മൾ ഉറപ്പെടുത്താൻ ടൈലുകാരെ കുറ്റപ്പെടുത്തി പറയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിനുള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ പൈപ്പിനുള്ളിലേക്ക് ഇട്ട് എന്ത് ചെയ്യും പോകും. പക്ഷേ നമ്മൾ ഈ ഒരു ടൈലിടുന്ന ഭാഗത്ത് പരത്തുന്ന സിമെൻറ്റ് ഉണ്ടല്ലോ, ആ സിമെൻറ്റ് നല്ല സ്ട്രോങ്ങിലായിരിക്കില്ല ചെയ്യാം, ഒരു സ്ട്രോങ് കുറച്ചിട്ടായിരിക്കും പൊതുവെ ചെയ്യുക. അപ്പോൾ അത് ഈ വെള്ളം ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ട്രാപ്പ് നിറയും. നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്കൊക്കെ ഈ വെള്ളം കയറിപ്പോവും. കാരണം ഈ ഒരു സിമെൻറ്റ് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, അതും ഇതുപോലെ ലീക്ക് വരാനുള്ള സാധ്യത നമുക്ക് ബാത്റൂംസിനുള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാക്സിമം ഇതിന് മുട്ടിച്ച് വെക്കുക. ഈ ഭാഗം 4-5 പൈപ്പിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിൽ ഇവിടെ കണ്ട് നിങ്ങൾ ഇതുപോലെ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡൊക്കെ എന്ത് ചെയ്യുക, അപ്പോക്സി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതും ഈ ഒരു ബാത്റൂമിൻ്റെ ലീക്ക് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാത്റൂമിനുള്ളിൽ ടൈലിടുന്ന സമയത്ത് വീട്ടുകാർ ശ്രദ്ധിക്കുക. കാരണം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളാണ് വർക്ക് എടുക്കുക, അവരവരുടെ രീതിക്ക് ചെയ്തു പോകും. വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. എന്തിങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, പല ടൈൽ പണിക്കാരുടെ അടുത്തും നമുക്ക് ഒരു ഹാൻഡ് കട്ടർ ഉണ്ടല്ലോ, ആ കട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രൈൻഡർ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു പൈപ്പ് കട്ട് ചെയ്യുക. അതായത് ഈ ഒരു പൈപ്പ് ഇങ്ങനെ നിൽക്കുന്ന പൈപ്പ് അവർക്ക് എന്തായാലും ഗ്രൗണ്ട് ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് എന്ത് ചെയ്യും, മറ്റേ ഹാൻഡ് കട്ടറായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരു പ്രോപ്പറായ രീതിയിൽ ഇതിൻ്റെ ഇതുപോലെ ഈ ഒരു ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താ രീതിയിൽ ഒരു ചെറിയ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും അടച്ചാലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഭാഗം നമ്മൾ കാണാത്തൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ആ ടോയ്ലറ്റിനുള്ളിൽ നമ്മൾ ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ല. ലീക്ക് വന്നതിന് ശേഷം ഒരു പ്ലംബറെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും പുള്ളിക്കാരൻ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ലീക്ക് വരുന്നത്, നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആ വിഷയം വന്നതെന്ന് പറയും. പിന്നെ ഇത് ടൈലിട്ടതിന് ശേഷം ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങളൊന്നും. നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബാത്റൂമിനുള്ളിലുള്ള ലീക്ക് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ചില ആളുകളുടെ ഒരു ഹാൻഡ് കട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രൈൻഡർ ഉണ്ടാവില്ല. ഗ്രൈൻഡർ നമുക്ക് ഇതിൻ്റെ മേൽഭാഗം നല്ല ഭംഗിയിൽ ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും ചില ഫോൾട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നന്നാവും. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രക്ഷിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.